പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ഗലാത്തി 6:7 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാനാവില്ല. സ്വർഗത്തിൽ നിന്ന് വന്ന് സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിച്ച് സ്വർഗത്തിലേക്ക് പോയ യേശുനാഥൻ വീണ്ടും വരും, നമ്മെ സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ പക്കലേക്ക് കൊണ്ടുപോകാനായിട്ട്. യേശുവിനോടൊപ്പം നമുക്കും പിതാവിൻ്റെ പക്കലേക്ക് പോകണമെങ്കിൽ നമുക്ക് വേണ്ടത് വിശുദ്ധിയാണ്. എബ്രായർ 12:15 പറയുന്നു, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. മത്തായി 5:8 തിരുവചനം പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്ന്. ദൈവത്തെ കാണാൻ നമുക്ക് ഹൃദയശുദ്ധിയാണ് ആവശ്യം. ജോയൽ 2:13 കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത് എന്ന്. അപ്പോൾ നമ്മുടെ ഹൃദയത്തെയാണ് നാം വിശുദ്ധിയിൽ സൂക്ഷിക്കേണ്ടത്. ഈ ലോകജീവിതം വളരെ ഹ്രസ്വമാണ്. ആ ജീവിതകാലത്ത് നാം നേടിയെടുക്കേണ്ടത് വിശുദ്ധിയാണ്. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. 1 തെസ്സലോനിക്ക 4:3 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസന്മാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരും ദേവാലയത്തിൽ പോകുന്നവരും വിശ്വാസമുള്ളവരും ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നവരുമൊക്കെയാണ്. നമുക്ക് ബാഹ്യമായി ഭക്തിയുണ്ട്, എന്നാൽ നമ്മുടെ ഹൃദയം വളരെ ശോചനീയമായ വിധത്തിൽ ദുഷിച്ചതാണ്. നാം ഹൃദയത്തിൽ അഹങ്കാരവും സ്വാർത്ഥതയും അതുപോലെ ദുർമോഹങ്ങളും വെറുപ്പും വൈരാഗ്യവും പ്രതികാര ചിന്തകളുമൊക്കെയാണ് നാം സൂക്ഷിക്കുന്നത്. ദൈവം നോക്കുന്നത് നമ്മുടെ ബാഹ്യരൂപമല്ല, നമ്മുടെ ഹൃദയമാണ്. ഹൃദയം കാണുന്ന കർത്താവിനെ കബളിപ്പിക്കുവാനും നമുക്ക് സാധിക്കുകയില്ല. മത്തായി 15:8 യേശു പറയുന്നു, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്നും വളരെ അകലെയാണ്. ജെറമിയ 17:9-10 തിരുവചനങ്ങളിലൂടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതും ശോചനീയമാംവിധം ദുഷിച്ചതുമാണ്, അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. ഓരോ മനുഷ്യനും അവൻ്റെ ജീവിത രീതിക്കും പ്രവൃത്തിക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും. ജെറമിയ 4:14 കർത്താവ് അരുളിച്ചെയ്യുന്നു, നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷപ്പെടും. എത്ര നാളാണ് നീ ഈ ദുഷിച്ച ഹൃദയവും പേറി നടക്കുക? റോമ 2:29 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ആന്തരികമായി യഹൂദനായിരിക്കുന്നവനാണ് യഥാർത്ഥ യഹൂദൻ. ഹൃദയത്തിൽ നടക്കുന്ന പരിച്ഛേദനമാണ് യഥാർത്ഥ പരിച്ഛേദനം. നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കാതെ ബാഹ്യമായി ഭക്താനുഷ്ഠാനങ്ങൾ നടത്തിയതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ല. ബാഹ്യമായി നമ്മെ കാണുന്നവർ നാം ഭക്തരാണെന്ന് പറയുമെങ്കിലും നമ്മുടെ ഹൃദയത്തിൻ്റെ ശോചനീയ അവസ്ഥ കാണുന്ന കർത്താവ് നമ്മോട് പറയുന്നത്, നമ്മുടെ ഹൃദയമാണ് കീറേണ്ടത്, ഹൃദയത്തിലാണ് മാറ്റം വരേണ്ടത്, ഹൃദയത്തിലാണ് വിശുദ്ധി ഉണ്ടാകേണ്ടത്. അതിനാൽ എല്ലാ തിന്മകളും വഞ്ചനയും കാപട്യവും അസൂയയും സ്വാർത്ഥതയും എല്ലാം ഉപേക്ഷിച്ച് നമ്മെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നാം പരിശുദ്ധരായിരിക്കണം. 1 പത്രോസ് 1:16 ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.